ഫൈസൽ നദീം എന്ന അബു ഖത്തൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇയാൾ ഒരു തീവ്രവാദിയാണ്. ഇയാളെ ആരാണ് കൊന്നതെന്നോ എന്തിനാണ് കൊന്നതെന്നോ ഇപ്പോൾ വ്യക്തമല്ല. പാകിസ്ഥാനിൽ ഇങ്ങനെ പല തീവ്രവാദികളും കൊല്ലപ്പെടുന്നുണ്ട്. അതിനൊക്കെ പുറകിൽ ഇന്ത്യയാണ് എന്ന് പല ഘട്ടങ്ങളിലും അവർ ആരോപിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ അതൊക്കെ നിരസിക്കുകയാണ്. നമുക്ക് ഇസ്രയേൽ ഇങ്ങനെ ചില കൊലപാതകങ്ങൾ നടത്തിയതിനെക്കുറിച്ചൊക്കെ ഉള്ള വിവരങ്ങൾ ഉണ്ട്. മൊസാദ് അവരുടെ രാജ്യത്ത് ആക്രമണം നടത്തുന്നവരെ പിന്നീട് തെരഞ്ഞുപിടിച്ച് മറ്റു രാജ്യങ്ങളിൽ പോയി കൊല്ലുന്ന ഒരു രീതിയുണ്ട്. അത് ലോകം കേട്ടുപരിചയിച്ചതാണ്. അത്തരമൊരു ആരോപണമാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പല ഘട്ടങ്ങളിലും വച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ത്യ അത് നിരസിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ള ഈ ഖത്തൽ എന്ന തീവ്രവാദി സിയാവുർ റഹ്മാൻ, ഖത്തൽ സിന്ധി, അബു ഖത്തൽ എന്നൊക്കെയുള്ള പേരുകളിൽ അറിയപ്പെട്ടിട്ടുള്ള ആളാണ്. ഭീകര സംഘടനയായ ലഷ്കർ ഇ തൈബയുടെ പ്രധാന പ്രവർത്തകനാണ്. ലോകം തിരയുന്ന പ്രധാനപ്പെട്ട ഭീകരരിൽ ഒരാളാണ് നദീം എന്ന അബു ഖത്തൽ. ശനിയാഴ്ച രാത്രിയാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ഝലം ജില്ലയിൽ ഇയാൾ കൊല്ലപ്പെടുന്നത്. 2023 സെപ്റ്റംബറിൽ അതുപോലെ തന്നെ 2023 ഡിസംബറിൽ 2 കൊലപാതകങ്ങൾ അവിടെ നടന്നിരുന്നു. പാകിസ്ഥാനിൽ 2 വ്യത്യസ്ത സംഭവങ്ങളിലായി അബു ഖത്തലിൻ്റെ കൂട്ടാളികളാണ് കൊല്ലപ്പെട്ടത്. അതിൽ ഒന്ന് റിയാസ് അഹമ്മദ് എന്ന അബു ഖാസിം, മറ്റൊന്ന് ഹൻസ്ല അദ്നാൻ എന്ന മറ്റൊരു തീവ്രവാദി. ഈ 2 പേരും കൊല്ലപ്പെടുകയാണ്. പാകിസ്ഥാൻ അധിനിവേശം നടത്തി പിടിച്ചുവെച്ചിരിക്കുന്ന കശ്മീരിൻ്റെ ഭാഗങ്ങളിൽ ആണ് റാവൽകോട്ടിലെ അൽ ഖുദ്ദൂസ് പള്ളിയിലാണ് ആദ്യത്തെയാൾ കൊല്ലപ്പെടുന്നത്. ലഷ്കർ ഇ തൊയ്ബയുടെ കമാൻഡർ റിയാസ് അഹമ്മദ് എന്ന അബു ഖാസിം. മറ്റൊരാൾ ലഷ്കർ ഇ തൈബ തീവ്രവാദി തന്നെയാണ്. അത് ഹൻസ്ല അദ്നാൻ. അയാളെയും അജ്ഞാതരാണ് വെടിവെച്ച് കൊന്നത്. കറാച്ചിയിൽ വെച്ചാണ് അയാൾ കൊല്ലപ്പെട്ടത്. 2015 നമ്മുടെ ഉദംപൂരിൽ ഒരു തീവ്രവാദ ആക്രമണം പദ്ധതിയിട്ട ആളായിരുന്നു ഈ കൊല്ലപ്പെട്ട അദ്നാൻ. ഇയാളെയും ഇന്ത്യ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ ആ ഘട്ടത്തിൽ പുറത്തു വന്നു. അതിന് തൊട്ടു മുമ്പാണ് അവിടെ ഖാലിസ്ഥാൻ തീവ്രവാദ പ്രവർത്തനങ്ങളുമൊക്കെയായി നടന്നിരുന്ന ലഖ്ബീർ സിംഗ് റോഡ് കൊല്ലപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ ആളുകൾ പാകിസ്ഥാനിൽ വെച്ച് കൊല്ലപ്പെടുന്നു എന്ന വിവരങ്ങളാണ് ആ ഘട്ടങ്ങളിൽ പുറത്തു വന്നത്. കഴിഞ്ഞ 3 വർഷത്തെ കണക്കെടുത്താൽ പാക് അധിനിവേശ കാശ്മീരിലും മറ്റു പലയിടങ്ങളിലുമായി അജ്ഞാത തോക്കുധാരികൾ ഈ ലഷ്കർ ഇ തൈബ, അതുപോലെ ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ സംഘടനയിലുള്ള ആളുകളെ വകവരുത്തുന്നു. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 1 ഡസനിലധികം തീവ്രവാദികൾ അങ്ങനെ മരിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഇവർ പലരും ഈ തീവ്രവാദ സംഘടനയുടെ കമാൻഡർമാരൊക്കെയാണ്. 2020 തൊട്ട് ആണ് ഇത് വളരെ കൂടുതലായി വരുന്നത് എന്ന വിവരങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം 2020 തൊട്ടുള്ള കണക്കെടുത്താൽ അത് 25ലധികം തീവ്രവാദികൾ അങ്ങനെ പാകിസ്ഥാനിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു എന്ന വിവരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഷാഹിദ് ലത്തീഫ് എന്ന് പറയുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു കമാൻഡർ ഉണ്ടായിരുന്നു. അയാളെ ഒരു 20കാരനായ പാകിസ്ഥാനിയാണ് വെടിവെച്ച് കൊന്നത്. എന്തിനാണ് വെടിവെച്ചത് കൊന്നത് എന്ന് അറിയില്ല. 2 വർഷം മുമ്പാണ് അയാൾ കൊല്ലപ്പെട്ടത്. അതുപോലെ ബഷീർ അഹമ്മദ് പീർ എന്ന ഒരു കമാൻഡർ ഉണ്ടായിരുന്നു. അയാൾ ഈ ഹിസ്ബുൾ മുജാഹിദീൻ വിഭാഗത്തിൻ്റെ കമാൻഡറായിരുന്നു. അയാളും ഇങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട്. സലീം റഹ്മാനി എന്ന മറ്റൊരു തീവ്രവാദി ഇന്ത്യക്ക് വളരെ വേണ്ടപ്പെട്ട അന്വേഷിക്കുന്ന തീവ്രവാദികളുടെ പട്ടികയിൽപ്പെട്ട ആളായിരുന്നു. ഇയാൾ മരിച്ചത് UAE-യിൽ വെച്ചാണ്. ഇയാൾ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ എത്തിയത് ആരോ ഒരു മോഷണ ശ്രമത്തിനിടയിൽ അയാളെ കൊന്നു എന്നതാണ്. ഖാലിസ്ഥാൻ തീവ്രവാദിയായ പരംജിത് സിംഗ് പൻവാർ ഇതുപോലെ ലാഹോറിൽ വെടിയേറ്റ് മരിച്ചു. റിയാസ് അഹമ്മദ് എന്ന ഒരു ലഷ്കർ ഇ തൈബ കമാൻഡറും അവിടെ ഇതുപോലെ മരിച്ചു. അപ്പോൾ അബു ഖത്തർ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ സംരക്ഷണയിൽ ഇരിക്കുമ്പോഴാണ് അയാളും വെടിയേറ്റ് മരിക്കുന്നത്. അപ്പോൾ ഇത്തരം തീവ്രവാദികളെ ആരൊക്കെയോ അജ്ഞാതർ അവിടെ വെടിവെച്ച് കൊല്ലുന്നു എന്ന കാര്യം വാസ്തവമാണ്. ലഷ്കർ ഇ തായ്ബയുടെ അധിക സുരക്ഷയിലൊക്കെയാണ് ഇയാൾ നടന്നിരുന്നത്. ശനിയാഴ്ച വൈകുന്നേരം 7 മണിയോടെ
അജ്ഞാതരായ ആക്രമികൾ അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. അങ്ങനെ അയാൾ മരിച്ചു. ആക്രമികൾ ഒരു 10-15 റൗണ്ട് വെടിവെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. 20 റൗണ്ട് വരെ വെടിവെച്ചു എന്ന ചില കണക്കുകൾ ഒക്കെ വരുന്നുണ്ട്. ഈ വെടിയേറ്റ് മരിച്ച തീവ്രവാദിയാകട്ടെ മുംബൈ ആക്രമണത്തിൻ്റെ സൂത്രധാരനാണ്. ഹാഫിസ് സയ്യിദിൻ്റെ അടുത്ത അനുയായിയാണ്, അനന്തരവനാണ്. അങ്ങനെയുള്ള അബു ഖത്തലാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. കശ്മീരിൽ ആക്രമണങ്ങൾ നടത്താൻ നേരിട്ട് ഉത്തരവ് കൊടുത്ത ആളാണ് ഈ മരിച്ചത്. ഹാഫിസ് സയ്യിദാണ് ഇയാളെ ഇതിനായൊക്കെ തയ്യാറാക്കിയത്. പുഞ്ച് രജൗറി മേഖലയിലെ വിവിധ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ ഇയാൾ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. പ്രധാന കാര്യങ്ങൾ ഇയാൾ കൈകാര്യം ചെയ്തു. അവിടെയൊക്കെ ഇയാൾക്ക് ബന്ധമുള്ള ആളുകളുണ്ട്. തീവ്രവാദികളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്ന ഒരു ശൃംഖല തന്നെ അയാൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഈ സാദിഖ് ദട്ടിയുമൊക്കെയായി ചേർന്ന് ഇയാൾ അവിടെ ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ കൃത്യമായ തെളിവ് ഇന്ത്യക്കുണ്ട്. ജമ്മു കശ്മീരിലെ രജൗറി ജില്ലയിൽ 2023 നടന്ന ദാൻഗ്രി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ NIA ഇയാളെ അന്വേഷിക്കുകയാണ്. കുറ്റപത്രത്തിൽ ഇയാളെ പ്രതി ചേർത്തിട്ടുണ്ട്. 7 സിവിലിയന്മാരുടെ മരണത്തിനാണ് ഇയാൾ കാരണക്കാരനായിരിക്കുന്നത്. 2023 ജനുവരി 1 ആ ഗ്രാമത്തിൽ തീവ്രവാദികൾ വിവേചനരഹിതമായി വെടിയുതിർക്കുകയായിരുന്നു. 13 പേർക്ക് അതിൽ പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് അവർ ഒരു ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് ഉപയോഗിച്ച് അവിടെ സ്ഫോടനം നടത്തി. അത് പിറ്റേ ദിവസം രാവിലെയാണത് പൊട്ടിച്ചെറിച്ചത്. ഇതിലൊക്കെ ഈ നിരോധിത സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ പിന്തുണയുണ്ട് എന്ന് വളരെ കൃത്യമായിരുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഹാൻഡ്ലർമാർ ഉൾപ്പെടെ 5 വ്യക്തികളെ രജൗറി ആക്രമണ കേസിൽ അന്ന് പ്രതി ചേർത്ത് NIA കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. NIAയുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ മണ്ണിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇവർക്കൊക്കെ കൃത്യമായ പങ്കുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ ഇന്ത്യൻ അതിർത്തിയിൽ കടന്നിങ്ങോട്ട് വന്ന് ഇവിടെ ഈ ലഷ്കർ ഇ തൊയ്ബ ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നതിലും അവരെ പല ദൗത്യങ്ങളിലേക്ക് വിന്യസിക്കുകയും ചെയ്യുന്നതിലുമൊക്കെ ഈ അബു ഖത്തൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. പ്രത്യേകിച്ച് ജമ്മു കശ്മീരിലെ ന്യൂനപക്ഷ സമൂഹങ്ങളിലുള്ള നിരപരാധികളായ സാധാരണക്കാരെ ലക്ഷ്യം വയ്ക്കുക എന്നത് അവരുടെ ഒരു രീതിയായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ചെയ്തത്. പലപ്പോഴും ഈ അലി, അതുപോലെ ഹബീബുള്ള, നൗമാൻ, മുഹമ്മദ് ഖാസിം തുടങ്ങി പല പേരുകളിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. പുഞ്ച് രജൗറി മേഖലകളിൽ ഇയാൾ പല ഇടപെടലുകൾ നടത്തിയിരുന്നു. പാക് അധിനിവേശ കശ്മീരിൽ ഖുയ്രിട്ട എന്ന സ്ഥലത്ത് അയാൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. അതുപോലെ പോച്ച്കയിലും പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലും ഒക്കെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി അവിടെ കേഡർമാരെയും ഓപ്പറേറ്റർമാരെയും ഒക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നൊരു പ്രധാന കണ്ണിയായി പ്രവർത്തിച്ചു. ഹാഫിസ് സയ്യിദിൻ്റെ വിശ്വസ്തനായി നിലകൊണ്ടു. അങ്ങനെ പല അവസരങ്ങളിൽ ഈ തീവ്രവാദി സംഘങ്ങളുടെ നിയന്ത്രണം ഉറപ്പാക്കാൻ ഇയാൾ വലിയ പ്രവർത്തനങ്ങൾ നടത്തി. ഹാഫിസ് സയ്യിദിനെ സഹായിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അബു ഖത്തലിൻ്റെ മരണം വലിയ ഒരു ആഘാതമാണ് തീവ്രവാദികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന കാര്യം സംശയമില്ല. അബു ഖത്തലിൻ്റെ കൂട്ടാളികളായ റിയാസ് അഹമ്മദ് അഥവാ അബു ഖസിം 2023 സെപ്റ്റംബറിൽ കൊല്ലപ്പെട്ടിരുന്നു. അതുപോലെ ഹൻസ്ല അദാൻ 2023 പാകിസ്ഥാനിൽ ഒരു വ്യത്യസ്ത സംഭവത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. 2000-ൻ്റെ തുടക്കത്തിൽ അബു ഖത്തൽ ജമ്മു മേഖലയിൽ നുഴഞ്ഞുകയറി 2005 അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു. അബു ഖത്തലിന് തൻ്റെ പഴയ ബന്ധങ്ങൾ വഴി പൂഞ്ചിലും അതുപോലെ രജൗറിയിലുമൊക്കെ ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു. അവിടെ ഈ ഓവർഗ്രൗണ്ട് വർക്കേഴ്സ് എന്നറിയപ്പെടും, OGW. അവർ അതായത് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഏർപ്പെടില്ല, പക്ഷേ ആ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാവശ്യമായ പശ്ചാത്തല സൗകര്യവും മറ്റു സാധന സാമഗ്രികളും ഒക്കെ എത്തിച്ചു കൊടുക്കുന്ന സംഘമൊക്കെ ഇയാൾ അവിടെ രൂപീകരിച്ചിരുന്നു. അവിടെ ഈ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെയും സായുധ സേനയ്ക്കെതിരെയും ഒക്കെ ഇവർ ഭീകരാക്രമണങ്ങൾ നടത്തി. അങ്ങനെ വിവിധ അന്വേഷണ ഏജൻസികൾ ഇയാളുടെ പങ്ക് വളരെ കൃത്യമായി കണ്ടെത്തിയിരുന്നു. 2024 ജൂൺ 9 കേന്ദ്ര സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ദിനം നടക്കുന്ന സമയത്ത് റിയാസി ബസ് ആക്രമണം ഇയാൾ നടത്തിയിരുന്നു. അതിൻ്റെ മുഖ്യ സൂത്രധാരനായിരുന്നു ഇയാൾ. ഈ ആക്രമണത്തിൽ അവിടെ തീർത്ഥാടനത്തിന് പോവുകയായിരുന്നവർക്ക് നേരെയാണ് ഭീകരർ വെടിയുതിർത്തത്. അപ്പോൾ തീർത്ഥാടകരിൽ 9 പേർ കൊല്ലപ്പെട്ടു, 41 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2023 ഏപ്രിൽ 20 ഇയാൾ സൈനികർക്ക് നേരെ ആക്രമണം നടത്തി. 5 സൈനികർ വീരമൃത്യു വരിച്ചു. അവരുടെ ശരീരങ്ങൾ ഇയാൾ വികൃതമാക്കുകയും ചെയ്തു. അത്രമാത്രം ക്രൂരനായ ഒരാളാണ് പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. 2023 മെയ് 5 പാരാ സ്പെഷ്യൽ ഫോഴ്സിലെ ഉദ്യോഗസ്ഥരെയും ആക്രമിച്ചു. ആ ഹീനമായ ആക്രമണത്തിന് ശേഷം
ആ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയതിന് ശേഷം അവരുടെ മൃതദേഹങ്ങൾ ഇയാൾ വികൃതമാക്കി. അങ്ങനെ നമ്മുടെ രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന സൈനികരെ ആക്രമിക്കുകയും ആ മൃതദേഹത്തോട് പോലും അവരുടെ ഭൗതിക ശരീരത്തോട് പോലും ഒരു കരുണ കാണിക്കാതെ അത് വികൃതമാക്കുകയും ചെയ്യുന്ന ഹീനമായ പ്രവൃത്തിയിലേർപ്പെട്ട ഒരു തീവ്രവാദിയാണ് പാകിസ്ഥാനിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചിരിക്കുന്നത്.